الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنما يأمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخشى إلا الله. ബഹുമാന്യരെ, ഏക ഇലാഹായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചും അവനോട് അടുക്കാനുള്ള വഴികൾ തേടിയും തഖ്വ പുലർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മസ്ജിദുകളുടെ ശ്രേഷ്ഠതയും അവിടെ പാലിക്കേണ്ട മര്യാദകളുമാണ് പറഞ്ഞു വരുന്നത്. ഏറെ കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെക്കാനുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മാത്രം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ആഴ്ച കഴിയും തോറും വിശ്വാസികൾ നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അപഗ്രഥിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈ വിഷയം ഇന്ന് പൂർത്തീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പള്ളിയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും സഫുകളിൽ ഇരിക്കുന്നതിനും അവിടെ പെരുമാറുന്നതിനുമൊക്കെ പ്രത്യേക ക്രമങ്ങൾ മതം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒരു ചെരുപ്പ് ഊരിയിടുന്ന വിഷയത്തിൽ പോലും ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഉണർത്തുകയുണ്ടായി. ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഇന്റർവ്യൂ ഹാളിലേക്ക് ഉദ്യോഗാർത്ഥികളെല്ലാം കയറിയപ്പോൾ അവിടുത്തെ ലൗഡ് സ്പീക്കർ ശ്രദ്ധിച്ചു. ക്ഷമിക്കണം, ഇന്റർവ്യൂ നടക്കുന്നത് ഇവിടെയല്ല, ഇതേ ഫ്ലോറിൽ ഓപ്പോസിറ്റ് കുറച്ച് മുന്നിലായിട്ടുള്ള മറ്റൊരു റൂമിലാണ് എന്ന അനൗൺസ് കേട്ടപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം വേഗം ആ റൂമിൽ നിന്നിറങ്ങി കോറിഡോറിലൂടെ അടുത്ത റൂമിലേക്ക് കയറി. നിർദ്ദേശിക്കപ്പെട്ട അവിടെ എത്തി അവരൊക്കെ ഇരുന്നപ്പോൾ അവിടുത്തെ ലൗഡ് സ്പീക്കർ ശ്രദ്ധിച്ചു, ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു, 4 ആളുകളെ സെലക്ട് ചെയ്തു, ബാക്കി എല്ലാവരെയും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ വന്നിരുന്ന അനേകം ആളുകൾ അന്തം വിട്ടു. ഒരു ഇന്റർവ്യൂ ബോർഡിനെയും അവർ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂ അവസാനിച്ചു എന്ന് പറയുന്നത്? ആ ഇന്റർവ്യൂ ബോർഡ് ശ്രദ്ധിച്ചത് ഈ റൂമിൽ നിന്ന് അവരിറങ്ങി അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ അവർ ചെരിപ്പിടുന്നത്
പ്രത്യേകത നോക്കിയിട്ടാണ്. ചിലർ കാലിൽ തോണ്ടി അപ്പുറത്തേക്ക് നടന്നു. അവരൊക്കെ ഒഴിവായി. ശരിയായി ചെരുപ്പ് ധരിച്ച് അപ്പുറത്തെത്തിയവർ, ഷൂ ധരിച്ച് അപ്പുറത്തെത്തിയവർ ഇന്റർവ്യൂവിൽ വിജയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സാർത്ഥവാഹക സംഘം, ഒരു യാത്രാ സംഘം വന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. എല്ലാവരും ധൃതിയിൽ ഒട്ടകത്തെ വേഗം ഉപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കയറിയപ്പോൾ മുന്തിർ എന്നൊരു ചെറുപ്പക്കാരൻ ഒട്ടകത്തെ കെട്ടി അതിന് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. കുളിച്ചു വൃത്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമ്പോൾ ധരിക്കണം എന്ന് വിചാരിച്ച് കരുതി വെച്ച വസ്ത്രങ്ങൾ മാറി നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് പ്രത്യേക ഗുണങ്ങൾ ഞാൻ കാണുന്നു, സവിശേഷത നിങ്ങളിൽ ഞാൻ കാണുന്നു. ഒന്ന് വിവേകമാണ്, ഒന്ന് അവധാനതയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ഒരു അവധാനത, ശ്രദ്ധ പുലർത്തണം എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഇങ്ങനെയെല്ലാം എല്ലാ മര്യാദകളും പാലിച്ച് പള്ളിയിലേക്ക് വരുന്നവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്നും അങ്ങനെയുള്ളവരെ ആദരിക്കൽ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സിൽസിലത്തുൽ ഹദീസുകളുടെ പരമ്പരയിൽ അബൂ ഉസ്മാൻ രേഖപ്പെടുത്തിയതായി കാണാം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാഇനോട് അദ്ദേഹത്തിന് അയക്കുന്ന ഒരു സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സഹോദര, നീ നിരന്തരം പള്ളിയുമായി ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെട്ട് കഴിയുക, അത് ഹൃദയത്തെ അള്ളാഹുമായി അടുപ്പിക്കും, നന്മകളിൽ താല്പര്യമുണ്ടാക്കും. ലൗകിക ആകുലതകൾ, ഈ ലോകത്തെ ആകുലതകൾ അത് കുറച്ചു തരും. ഹൃദയത്തിൽ സമാധാനം ജനിപ്പിക്കും. എന്നൊക്കെയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നതിന്റെ പ്രത്യേകതയായി സൂചിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നമ്മുടെ നിത്യജീവിതം പള്ളിയുമായി ബന്ധപ്പെട്ട് രീതിയിൽ വികസിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസികളുടെ ശാക്തീകരണവും ഒക്കെ പള്ളി ഒരു സാംസ്കാരിക രൂപത്തിലുള്ള കേന്ദ്രവുമൊക്കെയായി പള്ളി കരുതണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു കൺസെപ്റ്റിൽ തന്നെയുള്ളത് പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ്. ആ ടൗൺഷിപ്പ് കേന്ദ്ര പള്ളിയായിരിക്കും, അതിന് ചുറ്റുമുള്ള ഒരു ടൗൺഷിപ്പ്. അങ്ങനെയാണ് പല ഇസ്ലാമിക നാഗരികതകളും നമുക്ക് ദർശിക്കാനാവുക. പള്ളിയിൽ പുലർത്തേണ്ട വൃത്തിയെക്കുറിച്ച് പറയവേ കഴിഞ്ഞയാഴ്ച അബൂദാവൂദും തിർമിദിയും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് പരാമർശിച്ചിരുന്നു. ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ പള്ളി ഉണ്ടാക്കുവാനും അവിടെ അത് വൃത്തിയായി സൂക്ഷിക്കാനും അവിടെ സുഗന്ധം ഉപയോഗിക്കാനും ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് അവർ പറഞ്ഞതായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഊത് പോലെയുള്ള സുഗന്ധം പുകക്കൽ സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വീടുകളിലും ഇണകളുടെ അടുത്തുമല്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കരുത്, വിലക്കരുതായി നമുക്ക് കാണാൻ സാധിക്കും. ഫോർ മെൻ ഫോർ വുമൻ എന്നൊക്കെ സുഗന്ധങ്ങളിൽ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് അധികം പരക്കാത്ത സുഗന്ധങ്ങളൊക്കെ മാർക്കറ്റിൽ ലഭ്യവുമാണ്, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും സ്ത്രീ പുരുഷ ഭേദമന്യേ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു സമൂഹമാണ് വിശ്വാസികളുടേത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. ഇനി ഈ വിഷയത്തിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ചില പള്ളികളിലെങ്കിലും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവർ വരാന്തയിലും മറ്റുമായി ഉച്ചത്തിൽ സംസാരിച്ച് അത് തന്നെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളോ മറ്റുള്ളവന്റെ പരദൂഷണമോ ഒക്കെ അതുവരെ നമസ്കരിച്ച നമസ്കാരം പോലും ബാത്തിലാവുന്ന വിധത്തിൽ
പള്ളിയിൽ നമസ്കരിക്കുകയോ മറ്റു ഇബാദത്തിൽ കഴിയുന്നവർക്കോ ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ സംസാരിക്കുന്നതായി കാണാറുണ്ട്. ഒഴിവാക്കേണ്ടതാണ്. മദീന പള്ളിയിൽ ശബ്ദമുണ്ടാക്കി കലഹിച്ചവരെ ഉമർ റളിയല്ലാഹു അൻഹു പുറത്താക്കിയതും ശക്തമായി അവരോട് വാണിംഗ് നൽകിയതുമൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഇമാമായ ഒരു കാലം രാജാവും പരിവാരങ്ങളും ശബ്ദഘോഷത്തോടെ പള്ളിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇമാമ് കവാടത്തിൽ തടഞ്ഞുകൊണ്ട് നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത് എന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ഹുജറാത്തിലെ ആയത്ത് ഓതിക്കേൽപ്പിച്ചതായി ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരാളുടെ മൊബൈല് അബദ്ധത്തിൽ ഒന്ന് ശബ്ദിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ ഒപ്പം വന്ന്, അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പം വന്നൊരു ചെറിയ കുട്ടി നമസ്കരിക്കവേ ഒന്ന് പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ അതൊന്നും നമ്മൾ അത്ര വിഷയമാക്കേണ്ടതല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ അത് നമ്മൾ പരീക്ഷിക്കാനാണ് ആ സിറ്റുവേഷൻ അള്ളാഹു അന്നേരം ഒരുക്കിയത് എന്നുള്ള രൂപത്തിലാണ് വിശ്വാസികൾ പെരുമാറേണ്ടത്. എന്നെ പരീക്ഷിക്കാനാണ് ആ സന്ദർഭം. ഗുണകാംക്ഷയോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നോക്കുന്നത്. അതിനൊക്കെ ആവേശം മൂത്ത് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്, സൂചിപ്പിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുരുക്കത്തിൽ ഒരു തലമുറയെ വാർത്തുണ്ടാക്കിയത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അത് തന്നെ കനത്ത ജാഹിലിയത്തിൽ ആയിരുന്ന ഒരു സമൂഹത്തെ പള്ളി കേന്ദ്രീകരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചത്. ഗ്രൂപ്പ് വഴക്കിന്റെയും ഒക്കെ പേരിൽ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കുന്നതും ഇമാമിനെ തടയുന്നതും പള്ളി പൊളിക്കുന്നത് വരെ നടക്കുന്ന സമകാലത്ത് പള്ളി കേന്ദ്രീകരിച്ച് ഉയർന്ന ഒരു സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭവനം എന്ന പ്രത്യേകത പലപ്പോഴും നമ്മുടെ ശബ്ദഘോഷങ്ങളിൽ അമർന്നു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഇവിടെ രാജാവും പ്രജയും പണക്കാരനും പണിക്കാരനും ഉടമയും അടിമയും ഒക്കെ ഏകോദര സഹോദരങ്ങൾ തോളോട് തോൾ ചേർന്നാണ് നിൽക്കുക. അടുത്ത് നിൽക്കുന്നവൻ ഏത് പ്രതാപിയാണെങ്കിലും രാജ്യം ഭരിക്കുന്ന ആളാണെങ്കിലും അതിന്റെ തൊട്ടടുത്ത് ഏത് പണിക്കാരനും നിൽക്കാം. ആ ഒരു സമത്വബോധമുണ്ടല്ലോ, അത് മറ്റ് അധികയിടങ്ങളിൽ കാണാത്തതാണ്. ഏത് കാര്യത്തിലും പള്ളിയുടെ മഹത്വത്തിന് യോജിക്കാത്ത ഒരു പ്രവർത്തനവും നമ്മിൽ ഉണ്ടായിക്കൂടാ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇമാം ഇബ്നു ഹജർ കിതാബു സവാരിജിൽ ഒരാൾ മുർത്തദ്ദാവുന്നതിന്റെ, മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ 100ഓളം കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽ 90 മുതൽ 100 വരെ കാരണങ്ങൾ പള്ളിയുടെ ഹുർമത്തിന് ദോഷമുണ്ടാക്കുന്ന കാരണങ്ങളാണ് എണ്ണി പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പള്ളിയിൽ പ്രത്യേക സ്ഥാനം നിശ്ചയിച്ച് അവിടെ തന്നെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് എന്ന് നബി നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കും. അത് ആ തുല്യതയ്ക്കും ഭംഗം വരുത്തുന്നതും അഹങ്കാരത്തിന് ഇടയാക്കുന്നതും ഒക്കെയാണ് അതിന്റെ കാരണമായി പറയുന്നത്. 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, പക്ഷികൾ കോഴി കൊത്തുന്നത്, കാക്ക കൊത്തുന്നത് പോലെ കൊത്തുന്ന രൂപത്തിൽ, കൊത്തി എണീക്കുന്ന രൂപത്തിലുള്ള നമസ്കാരം, ധൃതി പിടിച്ചുള്ള നമസ്കാരം. മറ്റൊന്ന്, വന്യ മൃഗങ്ങൾ കാൽമുട്ടുകൾ മണ്ണിൽ ചേർത്ത് വെക്കുന്നത് പോലെ ചേർത്ത് വെച്ച് കൊണ്ടുള്ള, കൈകൾ ചേർത്ത് വെച്ചിട്ടുള്ള സുജൂദ്. അതുപോലെ ഒരു പ്രത്യേക സ്ഥാനം സ്ഥിരമായി നിശ്ചയിക്കുന്നത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. നേരത്തെ പള്ളി വഴിയാക്കരുത് എന്നൊരു രൂപം പറഞ്ഞിരുന്നു. അതുപോലെ പള്ളി കച്ചവടത്തിനുള്ള സ്ഥലമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളി പരിപാലിക്കുന്ന കാര്യവുമായി ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ആമുഖമായി ഓതി വെച്ച സൂറത്തു തൗബയിലെ 18-ാം വചനം 5 കാര്യങ്ങൾ പള്ളി പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റിയായി എണ്ണുന്നുണ്ട്. 1, അള്ളാഹുവിലുള്ള വിശ്വാസം. 2, യൗമുൽ ആഖിറയിലുള്ള ദൃഢമായ ബോധ്യം. 3, നമസ്കാരത്തിലുള്ള നിഷ്ഠ. 4, സക്കാത്ത് ക്രമപ്രകാരം നൽകൽ. 5, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാത്ത അവസ്ഥ.
ഇതൊക്കെ പള്ളി പരിപാലിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളായി അള്ളാഹു എണ്ണിയതാണ്. ഇത് പള്ളി പരിപാലിക്കുന്നവർ പുലർത്തുകയും പള്ളി പരിപാലനത്തിന് ഏൽപ്പിക്കുന്നവർ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ക്വാളിറ്റിയായി നമ്മൾ കാണേണ്ടതുമാണ്. പള്ളി ഭരണസമിതിയിലൊക്കെ ഇന്ന് മറ്റു പല പരിഗണനകളും ഉണ്ടാവാറുണ്ട്. നേതൃത്വ ഗുണവും സമയ സൗകര്യവും ഒക്കെ പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഇത് വിട്ടുകൊണ്ടായിരിക്കരുത് എന്ന് മാത്രം. പള്ളി ഭരണം എന്നല്ല, യഅ്മുറു, ഇമാറത്ത്, അതിൻ്റെ പരിപാലനം എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം. സെക്രട്ടറിയും പ്രസിഡന്റും ഭാരവാഹികളും സംഘടനയും ഒക്കെ അത് കൈകാര്യം ചെയ്യുന്നവരാണ്, അതിൻ്റെ ഉടമസ്ഥരല്ല. യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ചിലർ ഇമാമിനോടൊക്കെ കൂലിപ്പണിക്കാരനോട് പെരുമാറാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു കൂലിപ്പണിക്കാരനെ പോലെ പെരുമാറുന്ന ചിലരെ കാണാൻ സാധിക്കുന്നു. അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഇതൊരു അധികാരമല്ല, ഒരു അവകാശമല്ല, ഒരു ഉത്തരവാദിത്വമാണ് എന്ന് പള്ളി പരിപാലിക്കുന്നവർ ഓർക്കണം. ഏത് പാർട്ടിയുടെ, ഒരു സംഘടനയുടേതായിരുന്നാലും അതൊരു പാർട്ടി ഓഫീസ് പോലെ, സംഘടനാ ഓഫീസ് പോലെ ആവേണ്ടതല്ല പള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയെ കുറിച്ച് പറഞ്ഞത് പള്ളി എല്ലാ ദൈവഭക്തരുടേതുമാണ് എന്നാണ്. പള്ളിയുടെ ഇമാറത്ത് പരിപാലനം രണ്ട് തരത്തിലാണ്. ഒന്ന്, ബാഹ്യമായ കേടുപാടുകൾ തീർക്കുക, അതിൻ്റെ ദൈനംദിന ഭരണ നടത്തിപ്പുകൾ നിർവഹിക്കുക, ഫാൻ, AC പോലെയുള്ള സൗകര്യങ്ങൾ പരിപാലിക്കുക, വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ്. ഇമാമിന് പ്രത്യേക റൂം സംവിധാനിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ബാഹ്യമായ കാര്യങ്ങളാണ് ഇമാറത്തിന്റെ ഒരു സംഗതി. എന്നാൽ രണ്ടാമത്തത്, അതിൽ നമസ്കാരം നിലനിർത്തുകയും അതിന്റെ സ്ഥാപിത ലക്ഷ്യമായ സാംസ്കാരിക കേന്ദ്രമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതുമാണ് മുഖ്യമായ പരിപാലന ലക്ഷ്യമായി കാണേണ്ടത്. സാംസ്കാരിക കേന്ദ്രമായി പള്ളിയെ കാണുകയും അത് സജീവമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് മുഖ്യമെന്ന് ചുരുക്കം. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇമാറത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞതിന് ശേഷം അത് പള്ളി മോടികൂട്ടലല്ല, ശിർക്കില്ലാത്ത ആരാധന അവിടെ നിർവഹിക്കുകയും ഇസ്ലാമിന്റെ ചിഹ്നമായും പ്രവർത്തന കേന്ദ്രമായും അതിനെ സംരക്ഷിക്കലുമാണ് എന്ന് സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. പള്ളികൾ കൊണ്ട് പരസ്പരം പെരുമ നടിക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അന്ത്യനാളിന്റെ അടയാളമാണത്. മിനാരവും അലങ്കാരപ്പണികളും നിർമ്മാണത്തിലുള്ള ആഡംബരവും ഒക്കെ അവർ കാണിക്കും. ആത്മീയതയിൽ അവർ പിന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായി അബൂദാവൂദും നസായി റഹ്മത്തുള്ളാഹി അലൈഹിമാരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. പള്ളി പരിപാലനമായാലും പള്ളിയുമായി ഇടപഴകുന്നതായാലും അതൊരു അമാനത്താണ്, ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് വിശ്വാസികളായ നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മുടെ പള്ളി കൂടുതൽ സജീവമായും അള്ളാഹുവിൻ്റെ നൂറ് പ്രകാശം പ്രസരിപ്പിക്കുന്ന കേന്ദ്രമായും മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി പരിപാലകനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. നമ്മൾ സ്കൂള് വേനലവധിക്കാലത്ത് മക്കളുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം, അതിൻ്റെ ആലോചന വേണം എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതുമായി ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കുകയാണ്. അവരുടെ കരിയറിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലായി അവൻ അല്ലെങ്കിൽ അവൾ, അവർക്ക് ഹിദായത്ത് കിട്ടണം, പരലോക മോക്ഷം കിട്ടണം, അതിലൊക്കെയുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉപയോഗിക്കണം, പരലോകത്ത് അവർ നമുക്കെതിരിൽ സാക്ഷിയായിക്കൂടാ എന്നുള്ള രൂപത്തിലുള്ള ഒരു ശ്രദ്ധയാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഏകദേശം ഒരു 15 വയസ്സ് വരെയെങ്കിലും തികഞ്ഞ ധാർമ്മിക ശിക്ഷണത്തോട് കുട്ടിയെ വളർത്തിയാൽ, ഇപ്പോഴത്തെ കാലത്ത് ബാംഗ്ലൂരിലും
ഡൽഹിയിലും വിദേശത്തുമൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു പ്രകൃതമാണല്ലോ ഉള്ളത്. അങ്ങനെയുള്ള ഏതേത് മേഖലകളിൽ എത്തിപ്പെട്ടാലും സാഹചര്യത്തിൽ എത്തിപ്പെട്ടാലും 15 വയസ്സ് പോലെ ഒരു പട്ടത്തിന്റെ ചരട് പോലെ നമ്മൾ പിടിച്ച് അവരിൽ വളർത്തിയ ധാർമ്മിക ബോധം അവരെ അവിടെയും നിയന്ത്രിക്കും എന്നാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഡൽഹിയിൽ പെൺകുട്ടികളുടെ വേഷവിധാനവും അതോട് അനുബന്ധിച്ച് അവർക്കുണ്ടായ ചില ആക്രമണങ്ങളൊക്കെ ആകുലതയോടെ ഗൾഫിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞൊരു സുഹൃത്ത്, അറിയാൻ കഴിഞ്ഞൊരു സുഹൃത്ത് ആകുലതയോടുകൂടി ഡൽഹിയിലെ അവന്റെ മകളെ വിളിക്കുന്നത് നേരിൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ആകുലതയോടെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അതൊക്കെ ഇവിടെ പതിവടുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികത പുലർത്തുന്ന ആ മകളുടെ മറുപടി, അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞതാണ് 15 വയസ്സ് വരെ അവളെ വളർത്തിയതിന്റെ ഗുണം കൺകുളിർമയുടെ അത്തരം രംഗങ്ങളിൽ അനുഭവിക്കാൻ സാധിച്ചതിന്റെ ആ കുളിർമ. മരണപ്പെട്ടാലും നമുക്ക് പ്രതിഫലം ലഭ്യമായി കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് വലദിൻ സാലിഹിൻ യദഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കറിയുന്നതാണ്. മതവിദ്യാഭ്യാസം ശ്രദ്ധിക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം അല്ലെങ്കിൽ അവരുടെ കരിയർ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ സമ്പത്തിലും മക്കൾക്ക് വർദ്ധിച്ചു വരുന്ന സമ്പത്തിലും അവരുടെ വലിയ വീടിലും വാഹനത്തിലും പോഷായ ജീവിതത്തിലുമൊക്കെ മേനിയും ദ്രവ്യമാനവും നടിക്കുന്ന രക്ഷിതാക്കളെ കുറിച്ച് സൂറത്തുൽ ഹദീദ് 57-ാമത്തെ സൂറത്തിലെ 20-ാം വചനം, അതുപോലെ സൂറത്തു സബ് 35-ാം വചനത്തിലൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബും വലഹുവൻ വതഫാഖറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. അതൊരു മഴ പോലെയാണ്. കമസൽ ഖൈസ് അഅ്ജബൽ കുഫാർ, ഒരു മഴ പോലെ അത് കർഷകരെ ആശ്ചര്യപ്പെടുത്തും. പിന്നെ അത് മഞ്ഞ നിറം കൊണ്ട് ഉണങ്ങി ചവറായി തുരുമ്പായി പോകും. അതുപോലെ കരിയറിൽ മാത്രം ശ്രദ്ധിച്ച് ധാർമ്മിക വിദ്യാഭ്യാസം ശ്രദ്ധിക്കാത്ത ചില മക്കൾ മാതാപിതാക്കൾക്ക് തന്നെ ഭാരമായി അവരുടെ കാര്യത്തിൽ പരിതപിക്കേണ്ടി വരുന്ന, മാതാപിതാക്കളെ ചവിട്ടി തേക്കുന്നൊക്കെ ഉദാഹരണങ്ങൾ സമകാലത്ത് നമുക്ക് എത്രയും കാണാൻ സാധിക്കുന്നതാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ വീട്ടുകാരെയും നരകത്തിൽ നിന്ന് കാക്കുക എന്നാണ് സൂറത്തു തഹ്രീമിൽ അല്ലാഹു പറയുന്നത്. ഇത് മാതാപിതാക്കൾക്ക് മക്കളുള്ള ഉത്തരവാദിത്വം വെളിപ്പെടുത്തുന്ന വചനമാണ്. ഇല്ലെങ്കിൽ റബ്ബനാ ഹൗലായി അളുന്നൂന ഫാതിഹിം അദാബൻ ളിഅഫ, ഞങ്ങളുടെ രക്ഷിതാവേ ഇവരാണ് ഞങ്ങളെ വഴിവഴിപ്പിച്ചത്, അതുകൊണ്ട് അവർക്ക് നരകത്തിൽ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് മുൻഗാമികളെ കുറിച്ച് രക്ഷിതാക്കളെ കുറിച്ചൊക്കെ പറയുന്ന ഒരവസ്ഥ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അതിനെ ഇടവരുത്താതിരിക്കട്ടെ. ഇതൊന്നും പറയുന്നത് അവധിക്കാലത്ത് മക്കളെ സമ്മർദ്ദപ്പെടുത്തി ബുദ്ധിമുട്ടിക്കണം എന്ന അർത്ഥത്തിലല്ല. അവരോടൊപ്പം ഉല്ലാസം വേണം, യാത്ര വേണം, കഴിയുന്ന അത്ര സമയം അവരോട് ഒപ്പം ചെലവഴിക്കണം. ഒരു നല്ല ശ്രോതാവുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ക്രിയേറ്റീവ് ലിസണിങ്, സ്കൂൾ കഥകൾ പറയാനുണ്ടാവും, പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അതിനൊരു എംപതറ്റിക് ലിസണിങ് നമ്മിലുണ്ടാവേണ്ടതുണ്ട്. ഫോൺ അവര് മാറ്റിവെക്കണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളാണ് മാറ്റിവെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് ഇടപെട്ടത് അബൂ ഉമൈർ എന്ന കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കിളിയെക്കുറിച്ച്, അവനെപ്പോഴും പോറ്റുന്ന പരിലാളിക്കുന്ന ഒരു കിളിയെക്കുറിച്ച്, നുഗൈർ എന്നായിരുന്നു ആ കിളിയുടെ പേര്, അതിനെക്കുറിച്ചാണ് ആദ്യം വിശേഷം അന്വേഷിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടൊപ്പം കുട്ടിയായും കുട്ടിയാനയായും കളിച്ചതൊക്കെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളോട് ഇടപെട്ടത്, അതുപോലെ വഴിയിൽ കാണുന്ന കുട്ടികളോട് അവരോടൊപ്പം കളിച്ചും അവരോട് അങ്ങോട്ട് സലാം ചൊല്ലിയും ഒക്കെ സ്നേഹമസൃണമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം. നമ്മൾ വലിയ തിലക്കുകാരാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ കമ്പനിയുടെ മാനേജർ ആവാം, ബിസിനസ്സുകാരനാവാം, അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആവാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടത് സെലിബ്രിറ്റിയല്ല, മാനേജറെയല്ല, അവന് വേണ്ടത് ഉപ്പയെയാണ്. ഇങ്ങനെ അവരോട് ഉപ്പയായിട്ടായിരിക്കണം വീട്ടിൽ പെരുമാറേണ്ടത്. ഇങ്ങനെ കർമ്മവും ധർമ്മവും നർമ്മവും ഒക്കെ ചേർന്ന് കൺകുളിർമയുള്ള ഒരു
കാലമായി ഈ അവധിക്കാലവും നമ്മുടെ വീടാംഗങ്ങളും മാറേണ്ടതുണ്ട്. മദ്രസയിൽ അവനക്ക് കുറെ തത്വങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറെ സിദ്ധാന്തങ്ങൾ അവനവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ട, പ്രാക്ടീസ് ചെയ്യേണ്ട, പ്രാക്ടിക്കലാക്കി കാണിക്കേണ്ട ഇടം വീടങ്ങളിൽ നിന്നാണ് അതുണ്ടാവേണ്ടത്. സൂറത്തുൽ ലുഖ്മാനിൽ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒരു ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മോനെ വിളിക്കുക, യാ ബുനയ്യ, പൊന്നെ, പൊന്നു മോനെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബി അല്ലാഹ് ഇന്നല്ലാഹു ലത്തീഫുൻ ഖബീർ. പഠിപ്പിക്കുന്നത് വലിയ പാഠമാണ്. മോനെ, എന്ത് കാര്യമാണെങ്കിലും അത് ആകാശഭൂമികൾ എവിടെയും പാറക്കടിയിലായാലും അള്ളാഹു ഒരു കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ടട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതും യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ആണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ധാർമ്മിക പാഠങ്ങൾ അങ്ങനെയാണ് ചൊല്ലി പഠിപ്പിക്കേണ്ടത്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും ആ ഒരു സ്കൂളിലാകുമ്പോഴൊന്നും നമുക്ക് പറ്റാറില്ല. അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ബിസ്മി ഉറക്കെ ചെല്ലുക, ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രാർത്ഥന ഒന്ന് ഉറക്കെ അവരുടെ കൂടെ കേൾക്കുമാറ് ചെല്ലിയാൽ അവർക്കത് പതിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം സൗഹാർദ്ദത്തിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പാഠങ്ങൾ, ഒന്നുകിൽ ഒരു അത്തഹിയാത്തുലിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിച്ചാൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ പകർന്നു നൽകാനുള്ള ഒരു കാലം കൂടിയാണിത്. യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നം കണ്ടപ്പോൾ ആദ്യമായി പറഞ്ഞത് ആരാടാ? സ്വന്തം ഉപ്പയോടാണല്ലോ. ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാനുള്ള ഒരു ഇടമായി ഉപ്പ, ഒരു ആളായി ഉപ്പയെ മക്കൾ കാണേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവളെ മോളെ എന്നോ അവനെ മോനെ എന്നോ വിളിച്ച് പാട്ടിലാക്കാൻ പലരും കരുതിയിരിക്കുന്നുണ്ട്. 7 വയസ്സായ നിങ്ങൾ നമസ്കാരം കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കണമെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശിക്ഷയേക്കാൾ കൂടുതൽ ശിക്ഷണമാണ് മക്കൾക്ക് നമ്മൾ നൽകേണ്ടത്. ഈ 7 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ ഒരു 3 വർഷക്കാലം വളരെ സൗഹാർദ്ദപൂർവം, വളരെ ഗുണകാംക്ഷയോടു കൂടിയാണ് അവരെ നമസ്കാരം ശീലിപ്പിക്കേണ്ടത് എന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ശാപവാക്കുകൾ പലപ്പോഴും വീടങ്ങളിൽ ഉണ്ടാകുന്ന എപ്പോഴും ശാപവാക്കുകൾ അത് ഒഴിവാക്കേണ്ടതാണ്. 5 സമയങ്ങളിൽ നിങ്ങൾ കുട്ടികളെ ചീത്ത പറയുക, ഒരു സമയത്തും ചീത്ത പറയരുത്. 5 സമയങ്ങൾ പ്രത്യേകം കരുതണം. ഒന്ന്, ഉണർന്നെണീറ്റ് വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി എല്ലാവർക്കും കൊടുക്കേണ്ടത്. അപ്പോ വഴക്ക് പറയും, എത്ര നേരമായി വിളിക്കുന്നു, കിടന്നുറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവ് സ്ട്രോക്ക് എല്ലാവർക്കും അന്നേരം നൽകേണ്ടത്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ, സ്കൂളിലേക്കോ മദ്രസയിലോ പറഞ്ഞയക്കുമ്പോൾ, അവിടെ നിന്ന് വരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിലൊന്നും കുട്ടികൾ വഴക്ക് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വർഗത്തില് നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ വേണം എന്നൊരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അതിന്റെ മനോഹാരിത സൂറത്തു റഅദിലൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും പരീക്ഷണമാണ്. വഅലമു അന്നമാ അംവാലകും വഔലാദുകും ഫിത്ന എന്ന് സൂറത്തുൽ അൻഫാലിൽ. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളുടെ ഇണകളിലും മക്കളിലും എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്തു മുനാഫിഖൂനിൽ നമ്മുടെ ദൈവസ്മരണയിൽ നിന്ന് തെറ്റിക്കരുത് മക്കളും സ്വത്തുക്കളും എന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അവധിക്കാലം, ആ അവധി നമ്മെ വഞ്ചിപ്പിച്ചു കളയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. നിഅമതാനി മഅകൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സഹ വൽ ഫറ. ഒഴിവു സമയവും ആരോഗ്യവും അധിക പേരും നഷ്ടത്തിലായി പോകുന്ന 2 അനുഗ്രഹങ്ങളാണ്. നഷ്ടത്തിലായി പോകുന്ന പറഞ്ഞാൽ ചെറിയ വിലക്ക് നല്ല മൂല്യമുള്ളത് വിൽക്കുക, അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് മൂല്യമില്ലാത്തത് വാങ്ങുക. ഇതിനൊക്കെയാണ് ആ പദം പ്രയോഗിക്കുക. അങ്ങനെ ആയി പോകരുത് അവധിക്കാലം എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക. ഈ അവധിക്കാലം മക്കൾക്ക് ധന്യവും മനോഹരവുമാകട്ടെ. വിനോദയാത്ര പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, വിരുന്നു പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ അവധിക്കാലത്തും വിരുന്നു പോയയിടത്തു നിന്നും വിനോദയാത്ര പോയയിടത്തു നിന്നും മുങ്ങി മരിക്കുന്ന ഒരുപാട് മരണങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം, ഫുട്ബോൾ പരിശീലനം പോലെയുള്ള കാര്യങ്ങൾ ഒരു മഹലിൽ തന്നെ ഒരു കായിക വിനോദമൊക്കെ ആകാവുന്നതാണ്. പുതിയ തലമുറ ഒട്ടും മോശക്കാരല്ല, അവരൊക്കെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരും നമ്മളെക്കാൾ പല കാര്യത്തിലും കഴിവുള്ളവരുമാണ്.
ഇപ്പൊ ഈ മൊബൈല് ഇതിന്റെ സ്ക്രീന് എന്തോ ഒരു മങ്ങലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആരത്തെ കാണിക്കുക, കുട്ടികളെ ആരുടെ കയ്യിലാണ് കൊടുക്കുക, ഇതൊന്ന് നോക്കും മോനെ. അവർക്ക് ആ കാര്യത്തിലൊക്കെ നമ്മളെക്കാൾ ശ്രദ്ധയും ജാഗ്രതയും അറിവുമുണ്ട്. അപ്പൊ അവരുടെ ആ അറിവുകൾ, ക്രിയേറ്റിവിറ്റിയെ, സർപ്ലസ് എനർജിയെ ഉപയോഗിക്കേണ്ടത് ബദലുകൾ കൊടുത്തുകൊണ്ടാണ്. അങ്ങനെയാണ് അവരുടെ സ്ക്രീൻ അഡിക്ഷൻ നമ്മൾ മാറ്റേണ്ടത്. മറ്റ് അവരിൽ നിന്നുണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങൾ നമ്മൾ മാറ്റേണ്ടത്. മക്കളോട് പറയാനുള്ളത് കൂട്ടുകെട്ടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് എന്ന് പറയാറുണ്ട്, അവന്റെ അഭിപ്രായത്തിലാണ്, അവന്റെ മാർഗത്തിലാണ് എന്ന് പറയാറുണ്ട്. ഒരു കൂട്ടുകാരൻ എങ്ങനെയാണോ അങ്ങനെയാണോ മറ്റ് ആളുകളുമായി തീരുക. അതുകൊണ്ട് പിയർ ഗ്രൂപ്പ്സിന് ശ്രദ്ധിക്കുക, അവർ നന്മയിലാവട്ടെ. അവരുടെ സർപ്ലസ് എനർജി ഉപയോഗിക്കുക, നന്മയിൽ ഉപയോഗിക്കുക. വായന വളർത്തിയെടുക്കാവുന്ന ഒരു നല്ല ഗുണമാണ്. ഏതായാലും മക്കളെ വളർത്തുന്നിടത്ത് ജാഗ്രത വേണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. കഴിഞ്ഞ ആഴ്ച അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ഒരു വളർത്തുനായെ ശീലം പഠിപ്പിക്കുന്നതിന് 12,000 യുവാൻ, അതായത് 1,68,000 രൂപ ചെലവഴിച്ചതായിട്ട് വായിക്കാൻ സാധിച്ചു. അതുപോലെ ഷാങ്ഹായിൽ, ചൈനയിലെ ഒരു നഗരത്തിൽ മാത്രം 2025 വളർത്തുമൃഗങ്ങളെ പരിപാലിക്കാൻ 312.6 ബില്യൺ യുവാനാണ് ചെലവഴിച്ചത്. അപ്പൊ ഇതിനൊക്കെ വലിയ പരിശീലനങ്ങൾക്ക് വളർത്തുനായുടെ കാര്യത്തിൽ വരെ, വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ ധാരാളം ശ്രദ്ധ പുലർത്തുന്നത് ഈ ലോകത്തുനിന്ന് പതിവാണ്. അതുകൊണ്ട് മക്കള് വളർത്തുന്നിടത്തും ജാഗ്രത പുലർത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് വായിക്കാൻ, ഖുർആനിൽ തന്നെ വായിക്കാൻ സാധിക്കും. മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പരസ്പരം കൺകുളിർമയോടെ കാണുന്ന മക്കളെയും മാതാപിതാക്കളെയും അല്ലാഹു നമ്മിൽ വളർത്തുമാറാവട്ടെ. സത്യനിഷേധികൾ സന്താനങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു പ്രയോജനവും ചെയ്യാത്ത മക്കളായി നമ്മളെ മക്കളെ അള്ളാഹു മാറ്റി തീർക്കാതെ ഇരിക്കട്ടെ. കനത്ത ചൂടിന്റെ ബുദ്ധിമുട്ട് അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വജർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.